ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനാണ്. എന്നാലും എല്ലാ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ ചെടികൾ നടാറുണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ദിവസവും പരിസ്ഥിതി ദിനം തൊട്ട് ഓരോ ചെടികൾ ഞാൻ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മുളക് വിത്തുകളാണ് ഞാൻ ഈ ചെടിച്ചട്ടിയിൽ വിതറിയിരിക്കുന്നത്. മുളക് വിത്താണ് നടുന്നതെങ്കിൽ മുളക് ചെടി തന്നെ കിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരിക്കലും ആപ്പിൾ മരമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഏത് വിത്താണോ നടുന്നത് അതിൻ്റെ ചെടി നമുക്ക് കിട്ടും. അപ്പം ഞാനിപ്പോൾ ചെയ്ത ഈ ആക്ഷൻ്റെ റിസൾട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. ഒരു മുളക് ചെടിയുടെ രൂപത്തിൽ നിന്ന് അതിൽ നിന്ന് മുളകായിട്ട് എനിക്ക് കിട്ടും. ഏത് ആക്ഷനും ഒരു റിസൾട്ട് ഉണ്ട്, അത് തീർച്ചയായും. ചെടിയൊക്കെ നട്ടു കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടിനായി ഞാൻ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ പല ആക്ഷൻസ് ചെയ്യാറുണ്ട്. നമ്മുടെ ബോഡി ഉപയോഗിച്ചും മൈൻഡ് ഉപയോഗിച്ചും വാക്കുകൾ ഉപയോഗിച്ചും ഒക്കെ നമ്മൾ പല ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. ഈ ആക്ഷൻസിനെയാണ് കർമ്മ എന്ന് പറയുന്നത്. ഈ ആക്ഷൻസിന് എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ട്. അതിന് കാർമിക് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ കാർമിക് സീഡ്സ് എന്ന് പറയും. നമ്മുടെ ആക്ഷൻസ് പലതരത്തിലാണ് അല്ലെ. എല്ലാ ദിവസവും നമ്മൾ പലതരത്തിലുള്ള ആക്ഷനാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചെന്നിരിക്കും, അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചെന്നിരിക്കും, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റാതെ വരും. ഈ നെഗറ്റീവ് ആക്ഷൻസ് നമുക്ക് നെഗറ്റീവ് റിസൾട്ട്സ് ആണ് തരിക. പോസിറ്റീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കെയർ ചെയ്യുക, അവർക്ക് ഹെൽപ്പ് കൊടുക്കുക, അതൊക്കെയാണ് പോസിറ്റീവ് ആക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ പോസിറ്റീവ് ആക്ഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ട്സ് ആണ് കിട്ടുക. അപ്പോൾ ഒരു നെഗറ്റീവ് ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു മിസറബിൾ ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. പോസിറ്റീവ് ആക്ഷൻസ് ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ഹാപ്പി ലൈഫ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ചുറ്റും കാണുന്നത് ഇതിന് വിപരീതമാണ്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും അവരും പറയും, ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമൊന്നുമില്ല, അയാൾ എത്ര ദുഷ്ടനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എന്തോരം ദുഷ്ടത്തരം ചെയ്യുന്ന ഒരാളാണ്, എന്നിട്ട് അയാൾക്ക് എന്തോരം സ്വത്തുണ്ട്, എന്തോ ഹാപ്പിയിലാണ് അയാൾ ജീവിക്കുന്നത്. എന്നാൽ ആ ചേച്ചി ആവട്ടെ എന്തോരം പ്രശ്നങ്ങളിലൂടെ പോണ, അവരൊരു വളരെ സാധുവായിട്ടുള്ള സ്ത്രീയാണ്, ഭയങ്കര സപ്പോർട്ടിങ് ആണ്, കയ്യിൽ കാശില്ലെങ്കിൽ പോലും അവർ കടം വാങ്ങിച്ചാണെങ്കിൽ പോലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലേഡിയാണ്. എന്നിട്ട് അവർക്ക് എന്തൊരു മിസറബിൾ ലൈഫാണ്. അപ്പൊ ഈ പറയുന്ന കർമ്മയോ അല്ലെങ്കിൽ കാർമിക് ആക്ഷൻസിലോ ഒന്നും എനിക്ക് വിശ്വാസമില്ല എന്നുള്ള രീതിയിലായിരിക്കും പലരും പറയുക. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നറിയോ? ഇന്ന് നമ്മൾ കാണുന്ന ഈ ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഈ മിസറബിൾ ലൈഫ് എന്ന് പറയുന്നത് അവരുടെ പാസ്റ്റ് കർമ്മയുടെ ഫലമാണ്. കഴിഞ്ഞ ജന്മത്ത് ആ ചേട്ടൻ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആക്ഷൻസ് ചെയ്തതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഭയങ്കര വെൽത്തി ആയിട്ടോ അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടോ ലൈഫ് ലീഡ് ചെയ്യുന്നത്. ഈ ജന്മത്ത് അദ്ദേഹം കുറേ ദ്രോഹങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റും അദ്ദേഹത്തിന്റെ നെക്സ്റ്റ് ബർത്ത് അദ്ദേഹത്തിന് മിസറബിൾ ആയിരിക്കും. ഈ ബർത്തിൽ ഈ ചേച്ചി കുറെ കഷ്ടപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ ബർത്തിൽ ആ ചേച്ചി കുറെ നെഗറ്റീവ് ആക്ഷൻസ് ചെയ്തത് കൊണ്ടിട്ടാണ് ഈ ബർത്തിൽ അവർക്ക് മിസറബിൾ ആയിട്ടുള്ള ലൈഫ് ഉള്ളത്. പക്ഷേ ഈ ജന്മത്തെ അവര് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ നെക്സ്റ്റ് ലൈഫ് ഹാപ്പി ലൈഫായിരിക്കും. അതാണ് ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു അടിസ്ഥാന തത്വം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ ബാലൻസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ആക്ഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെയോ കുറച്ച് നെഗറ്റീവ് ആക്ഷൻസ് ഒക്കെ നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ചെയ്തു പോകും. പക്ഷെ ഒരു ട്രിക്ക് ഉണ്ട്. ഈ എല്ലാ നെഗറ്റീവ് ഇംപ്രൻസിൽ നിന്നും നമുക്ക് റിലീവ് ചെയ്യാനായിട്ട്, നമ്മുടെ മൈൻഡിനെ റിലീവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഒരു മെത്തേഡ്സ് ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഒരു എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഇന്ന് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കുവാണെങ്കിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ നമുക്ക് തോന്നും, ഇന്നത് ചെയ്യണ്ടായിരുന്നു, അവർ വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊരു തെറ്റായ പ്രവൃത്തിയായി പോയി എന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരുവാണ്, ഒരു കുറ്റബോധം നമുക്ക് വരുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം. ആ റിഗ്രറ്റ് ഫീലിംഗ് നമ്മളെ സേവ് ചെയ്യാനുള്ള ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുറ്റബോധം തോന്നുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് നമുക്ക് കുറ്റബോധം തോന്നി, പക്ഷെ നമ്മളൊരു ഡിസിഷൻ എടുക്കുവാണ്, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ. ഡിറ്റർമിനേഷൻ നോട്ട് ടു റിപ്പീറ്റ് ദ മിസ്റ്റേക്ക് അഗെയിൻ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ടു റിഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ നെഗറ്റീവ് ഇംപ്രിന്റ്. തേർഡ് എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ നെഗറ്റീവ് ആക്ഷൻസ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്കൊരു പ്രൊട്ടക്ഷൻ ഇല്ല, ഡിവൈൻ പവർ എന്നൊരു പ്രൊട്ടക്ഷൻ ഇല്ല. വി ആർ ഗോയിങ് അവേ ഫ്രം ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ പവർ. അപ്പോൾ വി ഹാവ് ടു കം ക്ലോസർ ടു ദ ഹോളി ഓബ്ജെക്ട്സ്. പലതരത്തിലുള്ള ഗുരുസ് ഉണ്ട്, ആർട്ട് ഓഫ് ലിവിങ് പ്രീച്ചിങ്സ് ഉണ്ട്, ബുദ്ധിസ്റ്റ് പ്രീച്ചിങ്സ് ഉണ്ട്, സദ്ഗുരുവിൻ്റെ ടീച്ചിങ്സ് ഉണ്ട്, പിന്നെ അതല്ല ബാക്കിയുള്ള എല്ലാ റിലീജിയസ് ടീച്ചിങ്സും ഉണ്ട്. അപ്പോൾ ഈ ടീച്ചിങ്സിനോടൊക്കെ നമ്മൾ ബുക്സൊക്കെ വായിക്കുക, ഹോളി ബുക്സൊക്കെ വായിക്കുക, പിൽഗ്രിമേജ് ചെയ്യുക,
we have to come closer to the holy objects and seek protection from the divine power. അതാണ് തേർഡ് സ്റ്റെപ്പ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഇസ് റെമഡിയൽ പ്രാക്ടീസ്, അതായത് പ്രായച്ചിത്തം. എന്ത് തെറ്റ് ചെയ്താലും നമുക്കൊരു പ്രായച്ചിത്തം നമ്മൾ ചെയ്തിരിക്കണം. അത് ബൈ ചാൻറ്റിങ് മന്ത്രാസ്, പ്രേയേഴ്സ്, കണ്ടിന്യൂസ് പ്രേയേഴ്സ് ചൊല്ലിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പിൽഗ്രിമേജ് ചെയ്യുക, മേക്കിംഗ് ഓഫറിങ്സ്, അതായത് ഓർഫനേജോ അങ്ങനെ, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരെയൊക്കെ ഹെൽപ്പ് ചെയ്യുക, അത് ചെയ്യുക. അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ഇസ് മെഡിറ്റേഷൻ ഓൺ എംപ്റ്റിനെസ്, അതായത് മനസ്സ് ശുദ്ധമാക്കുന്ന ഒരു പ്രക്രിയയാണ്. ശാന്തമായിട്ടിരുന്ന് നമ്മളുടെ എല്ലാ തെറ്റുകളെയും നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഫ്രീ ആക്കുക. മൈൻഡ് ഹാസ് ടു ബി റിലീവ്ഡ് ഫ്രം all these negativities. Meditation on emptiness is an important tool in the remedial practice, so that we get relief from all the negative imprints and we will be having a happy life in our next birth. So it is very interesting, and if you read I Wonder Why in the book, you get more details. So for more interesting and informative videos, follow my channel. Expect nothing, appreciate everything. See you next time. Bye.